ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ എത്രാമത്തെ ദിവസമാണ്? 27ാമത്തെ ദിവസമാണ്. നാളെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്ന ദിവസം. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച എൻ്റെ വെയിറ്റിൽ ഞാൻ എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇപ്പൊ വരേക്കുള്ള പ്രോഗ്രസ്സിൽ ഞാൻ എങ്ങനെയാണോ വിചാരിച്ച ആ ഒരു പ്രോഗ്രസ്സിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ ഒന്ന് പറയോ? ആരും പറയുന്നില്ല. ഞാൻ ഫസ്റ്റ് പറയുന്നത് പോലെ തന്നെയാണ്, ആരും പറയുന്നില്ല. കുറച്ച് പേര് കാണുന്നുണ്ട്, കുറേ ദിവസം കുറേ പേര് കണ്ടു, പിന്നെ ആരും കാണുന്നില്ല. ലാസ്റ്റിലോട്ട് ആരും കാണുന്നില്ല. എന്തായാലും വോട്ടെവർ എനിക്ക് നല്ല നേട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന വെയിറ്റില്ല, എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ 27ാമത്തെ ദിവസം. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു റൊട്ടീനായിട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ റൊട്ടീൻ അല്ല, മീൻസ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് വിശപ്പ് വരുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല. ഇനി ഞാനേ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ എടുത്ത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സ്റ്റേജിലോട്ട് എങ്ങനെ പോകാന്നുള്ളൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഒരിക്കലും പെട്ടെന്ന് തന്നെ നമ്മളെന്താ എടുത്തു ചാടി വേറൊരു ഇതിലോട്ട് പോകരുത്, പയ്യെ തന്നെ പോവുള്ളൂ. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും ഇട്ട് തരാം. പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ 27ാമത്തെ ദിവസം എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്. എൻ്റെ ലോങ് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നിങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ ഇതിന് പകരം ഓരോരോ സാധനങ്ങൾ എടുക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില ദിവസങ്ങളിൽ ബ്രോക്കോളി മഷ്റൂം ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്രോക്കോളി ഒന്നും അവൈലബിൾ അല്ല, കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എടുക്കുക. മഷ്റൂം മാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇതൊന്നുമില്ല എങ്കിൽ നമ്മളിൽ എല്ലാത്തിലും ഉള്ള സാമ്പാർ കഴിക്കാം. നല്ല രീതിയിൽ സാമ്പാർ എടുക്കുക കേട്ടോ. സാമ്പാർ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പച്ചക്കറികളുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചോറ് കുറച്ച് അതെടുത്ത് തന്നെ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടും. വെറുതെ ദാല് കഴിക്കുന്നതിനെക്കാട്ടും സാമ്പാർ കഴിച്ചത് ഒരു ടേസ്റ്റിയുമാണ്. നമുക്ക് കിട്ടേണ്ടതൊക്കെ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ കുറച്ച് ദിവസം കൂടി സാമ്പാർ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ദാലല്ലാതെ ദാൽ കറി എന്തോ ഞാൻ വെച്ചിട്ട് ശരിയാവും. എനിക്ക് വെക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വെച്ചിട്ട് എന്തോ ദാൽ കറി ശരിയാവുന്നില്ല. എനിക്കിങ്ങനെ ദാല് ഞാൻ കഴിച്ചിട്ടുള്ളതൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ എത്ര വെച്ചിട്ട് എനിക്ക് കറക്റ്റ് ആവുന്നേ ഇല്ല. ദാല് നിങ്ങൾക്ക് ദാലിൻ്റെ റെസിപ്പി അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ അതുപോലെ ഒന്ന് വെച്ച് നോക്കാം. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. ഞാൻ സാമ്പാർ തന്നെ കഴിക്കുന്നുണ്ട്. ഒരുപാട് പച്ചക്കറി കിട്ടിയില്ലെങ്കിലും അതിനകത്ത് മെയിനായിട്ട് അതിനകത്ത് ദാല് വരുന്നുണ്ട്. പിന്നെ പറ്റുന്ന പച്ചക്കറികളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. ഞാൻ സാമ്പാർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ക്വിൻവ എടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് ചോറെടുക്കാം. പിന്നെ നമ്മുടെ റാഗി പുട്ട്, പിന്നെ ഇടിയപ്പം എടുക്കാം. പിന്നെ ഓട്സ് ഓംലേറ്റ്, ഓട്സ് പുട്ട്, ഓട്സ് ദോശ ഇതൊക്കെ എടുക്കാം. ഓട്സ് കഞ്ഞി ഇതൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓട്സ് അങ്ങനെ ഒരുപാട് എടുത്തിട്ടില്ല എൻ്റെ ഈ ഒരു ഡയറ്റിൽ. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഞാനൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഓട്സിനോട് താല്പര്യമില്ല. ഇപ്പോഴും എനിക്ക് ചോറിനോട് തന്നെയാണ് താല്പര്യം. അതെന്തുകൊണ്ട് അത് എങ്ങനെ കുറയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഈ ചോറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ദിവസം എനിക്ക് കുഴിമന്തി കഴിക്കാൻ നല്ല ക്രേവിങ്സ് തോന്നാറുണ്ട്. പിന്നെ ഇവിടെ കിട്ടാത്തത് കൊണ്ട് എനിക്കതൊരു പ്രോബ്ലമേ അല്ല. ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും കൊണ്ടുപോകുന്നത്. കാര്യം ഇവിടെ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഒരു ജങ്കും അങ്ങനെ അവൈലബിൾ അല്ല. ചിലപ്പോൾ കുറച്ച് മോമോസോ പാനിപൂരിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. അല്ലാത്ത ഒന്നും അങ്ങനെ വലിയതായിട്ട് ഇവിടെ അവൈലബിൾ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരെല്ലാം നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആവാം ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇത് കിട്ടും, നമ്മുടെ മട്ടനും ബീഫും അതൊക്കെ. എനിക്ക് പിന്നെ ചിക്കനോടാണ് കൂടുതൽ താല്പര്യം. ബാക്കിയുള്ളതിനെക്കാട്ടിലും എനിക്ക് കൂടുതലും ഇഷ്ടം ചിക്കനാണ്. ഞാൻ ചിക്കൻ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത്. ബീഫാണെങ്കിലും എനിക്കങ്ങനെ കുക്ക് ചെയ്യാൻ, ഞാൻ ബീഫ് ഇതൊരിക്കൽ കുക്ക് ചെയ്ത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫും മട്ടനൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്കിത് കഴിക്കാൻ കേട്ടോ. കൊഴുപ്പില്ല എന്നുണ്ടെങ്കിൽ ബീഫും മട്ടനൊക്കെ നല്ലതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ബീഫ് കാര്യങ്ങളെല്ലാം. പക്ഷെ ഓവറായിട്ട് റെഡ് മീറ്റ് എടുക്കണ്ട. ചിക്കൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ച് പോയി കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാം എന്ന് പറയുന്നത് സത്യമാണ്. പൊറോട്ട കഴിക്കുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് എപ്പോഴെങ്കിലും എടുക്കുന്നതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരു ചീറ്റ് മീൽ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് സമയം നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് ആലോചിക്കുക. ഞാൻ
മുമ്പ് ഇപ്പോഴത്തെ ഡയറ്റ് അല്ല കേട്ടോ, മുമ്പ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുമായിരുന്നു, ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിക്കുമായിരുന്നു. ഇടയ്ക്ക് എനിക്ക് കൊതി തോന്നുന്നുണ്ടെങ്കിൽ 1-2 ഐസ്ക്രീം ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം കഴിച്ചെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഡെയിലി കഴിക്കുന്നല്ല, ഒരു ദിവസം 2 ഒക്കെ ചിലപ്പോൾ ഇതുപോലെ ചീറ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കും. പക്ഷെ എനിക്ക് വെയിറ്റ് ബാലൻസ് ചെയ്ത് പോകുമായിരുന്നേ, ബിക്കോസ് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ജിമ്മിൽ പോകാത്തത് കൊണ്ടാണ് തോന്നുന്നു ഓവറായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെയിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. ഇൻ കേസ് ഞാനത് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ വെയിറ്റ് കുറഞ്ഞ് എൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ ജിം ഓപ്പൺ ആവും. അപ്പോൾ എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കുഴപ്പമില്ല, എനിക്കതും ഓക്കെയാണ്. കാര്യം എനിക്ക് ഫുഡും കഴിക്കാം, എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ജിം ഓപ്പൺ ആക്കണവരെ ഇങ്ങനെ നോക്കി ഇരുന്നിരുന്നെങ്കിൽ ഈ 69 ചിലപ്പോൾ 79 ആയിപ്പോയേനെ. അതിനെക്കാട്ടിലും നല്ലത് ഞാനിപ്പോൾ വെയിറ്റ് കുറച്ചിരുന്നാൽ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു ഇത്. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നത്തെ ട്രാക്കിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നാളെ നമുക്ക് വെയിറ്റ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഇനി നമുക്ക് നേരെ ഇപ്പോൾ എങ്ങോട്ട് പോവാം? ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് അങ്ങോട്ട് പോകാം. അതുവരെയും ബൈ ബൈ. ഹലോ, ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ചിയാ സീഡ് വാട്ടർ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഞാൻ എൻ്റെ ലഞ്ച് ടൈമിന് എടുത്തേക്കുന്നത് ചോറ്, സാമ്പാർ, തോരൻ, മുട്ടയാണ്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, എൻ്റെ സ്നാക്ക് ടൈം ആയിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഗ്രേപ്സും ഗ്രീൻ ടീയും ആണ്. അപ്പോൾ നമുക്കിനി ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, അങ്ങനെ എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചേക്കുന്നത് ചോറ്, സാമ്പാർ, പിന്നെ ബ്രോക്കോളിയും കോളിഫ്ലവറും കൂടി ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തത്, മുട്ടയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിക്കുകയാണ്.